ബാലേട്ടനും കൃഷ്ണേട്ടനും സുകുമാരേട്ടനൊക്കെ അപ്പ തന്നെ കേട്ട് സമാധാനായി. ഇനി ഒന്നും ഓൽക്കില്ല. പക്ഷെ നമ്മളെ കൗമിന്റെ കാര്യം ആരാ ഏറ്റെടുക്കുക? ആര് സ്ത്രീധനരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച് അഹ്ലി കിതാബുകളുണ്ടല്ലോ 2 കൂട്ടര്, ഓല കാര്യം ആരേൽക്കൂ? ഓൽക്കെന്തിനു പഠിച്ചോ ഗ്രന്ഥം കൊടുത്തെന്ന് കൂടി മനസ്സിലായിട്ടില്ല. അന്യന്റെ സ്വത്ത് തിന്നരുത് എന്ന് ഗ്രന്ഥത്തിലാ പറയണേ പഠിച്ചോന്റെ. ആ 2 ഗ്രന്ഥത്തിന്റെ അഹ്ലുകാരാണ് അഹ്ലു കിതാബികള്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. ഓല് 2 കൂട്ടരും അത് പറഞ്ഞാകാത്ത വേറുള്ളവര് മുഴുവൻ അത് നിർത്തിയായി തന്നല്ല, അള്ളാഹുവിന്റെ കലാമുകൾ കേൾക്കാനാണ്. മാതാപിതാക്കളുടെ കാര്യം ചിലപ്പോൾ മക്കള് മുസ്ലിമും മറ്റു ഉപ്പ ചിലപ്പോൾ മറ്റേതെങ്കിലും വിഭാഗത്തിലുമായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ അവരുമായി ബന്ധമില്ലാതാക്കാൻ പാടില്ല എന്നാ. നമ്മളോട് ചോദിക്കുക, എന്താ വാപ്പാനോട് ഉണ്ടാത്ത്? എങ്ങനെ ഉണ്ട്? എന്താ എന്റെ വാപ്പയല്ലേ? ഞാൻ എങ്ങനെ മിണ്ടണേ? എന്താ മിണ്ടിക്കൂടെ? എനിക്ക് എന്റെ വാപ്പയല്ലേ? അയാളെന്താ കാട്ടി? എന്റെ തലയ്ക്ക് കല്ലെടുത്തിട്ടോ? അല്ലാന്ന് അയാള് അപ്പുറത്ത് സ്ഥലം തരാറിഞ്ഞ് ഇപ്പുറത്തല്ല. അയാളെ സ്ഥലമല്ലേ മോനെ, അത് അയാളെ ഇഷ്ടം പോലെയല്ലേ തരിക. അതെന്താ അങ്ങനെ ചെയ്ത്? അതെന്താ അങ്ങനെ കാട്ടി? എനിക്ക് തേക്കിന്റെ അലമാര വാങ്ങി തരാനുണ്ട്, പ്ലാവിന്റെ അലമാരല്ലേ വാങ്ങി തന്നെ. ഇക്കാക്കാക്ക് തേക്കിന്റെ അലമാര വാങ്ങി. ഇതൊക്കെ കൂട്ടരെ നിങ്ങൾ 3 വയസ്സായ കുട്ടിനോട് പറഞ്ഞു നോക്കി, ഓൻ വടിയെടുത്ത് തല്ലും. ബാപ്പ ഞങ്ങളെ സ്കൂളിലും കൂടി ചർച്ച ചെയ്യാത്ത കാര്യം അതൊക്കെ. കാരണം മുമ്പൊക്കെ സർ ഇവിടെ സ്ഥലം തരുന്നില്ല, ഇപ്പം പെണ്ണെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അധ്യാപകർ പറയാൻ അറിയോ, എടാ 1ാം ക്ലാസ്സിലത്തെ മരി ഇവിടെ പറയില്ലെന്നാ. ഇപ്പൊ 1ാം ക്ലാസ്സിലും കൂടി പറയില്ല. ചെറുപ്പം പെണ്ണെടുത്താണ്. ഓട്ടോട്ടടാ നിങ്ങൾ 1ാം ക്ലാസ്സിലെത്തിയില്ലേ? കുട്ടികളിടയിൽ പോലും ഇല്ല ഇങ്ങനെ. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് പറയാം, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് 1 കൊല്ലത്തെ ഗ്യാപ്പിലാണ് നമ്മൾ കിടന്നത്. അതിനാലെ നമ്മളെ വാപ്പിന്നി എത്ര കഷ്ടപ്പെടുന്നറിയോ? നമ്മളെ വാപ്പക്കുമ്മക്കൊരു സ്വൈരല്ല. കാരണം എന്താ? നമ്മൾ മക്കൾ തമ്മിലടിച്ചിട്ട്. എന്നാ നോക്കി നിങ്ങൾ ഇരട്ട പെറ്റ കുട്ടികൾ ഒരേ സമയം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടികൾ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്ന് ഒരുത്തനെ 8 7 ഒരുത്തനെ ബീലും ആക്കിയാല് ആകെയായി. ഇവിടെ ഒരു അടിയിട്ടിയാ മറ്റൊരു ചങ്കുവേദന. ഒരു വാപ്പയുടെ 2 ഇരട്ടക്കുട്ടികളിൽ ഒന്നിനെ ഒരു സ്ഥലത്തേക്ക് കല്യാണമൊക്കെ ഉറപ്പിച്ചു. പെൺകുട്ടിയെ കൊണ്ടുപോയി, വൈകുന്നേരം വീട്ടിക്ക് കൊണ്ടുപോയി പുതിയാപ്പളുടെ വീട്ടിൽ എത്തിച്ചു, നെൽബൂർക്ക് എത്തിച്ച്. അങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തി. രാത്രി 12 ആയപ്പോ ഇരട്ടക്കുട്ടികളെ കൂട്ടത്തിലെ മറ്റൊരുത്തിണ്ടല്ലോ വീട്ടില് കാണാല്ല. ഓളെ വീട്ടിൽ കാണാല്ല. ഓൾ അവിടുന്ന് ആങ്ങളുടെ പാന്റ് കുപ്പായക്കെട്ട് റോട്ടിൽ കൂടി നടന്നു പോയിക്കാണ്. കാരണം പുതുക്കം പോയ വീട് ഓർമ്മ ഉണ്ടായിരുന്നു. 18 കിലോമീറ്റർ അപ്പുറത്തുള്ള നടന്നു. രാവിലെ അവിടുത്തെ വലിയ വാപ്പ വാതില് തുറന്നപ്പോണ്ട് ഇവൾ അതേ മുകളിലെ വേറൊരു കുട്ടി പുറത്ത്. എങ്ങനെയാ മോളെ അകത്ത് കടന്നോളെങ്ങനെയാ ഇപ്പൊ പുറത്തെത്തി? ഓള് പറഞ്ഞു, അകത്ത് കടന്നോളല്ല, ഓളെ പോലെ കൂടപ്പിറപ്പായി. ഉമ്മാന്റെ ഗർഭപാത്രം മുതൽ ഞങ്ങളൊപ്പാണ്. ഇനി ഞങ്ങൾക്ക് വേറിട്ട് കിടക്കാൻ പറ്റൂല. വാപ്പ പറഞ്ഞു, ഞാനേ 2ാമത്തെ ഒരുത്തല്ലേ അവിടെ, എടാ തീരുമാനിച്ച മറ്റോളജ് കെട്ടിക്കോ. ആ കല്യാണം നടന്നു. ഒരു വാപ്പന്റെ വീട്ടിൽ 2 ഇരട്ട കുട്ടികള്. ഇവര് സ്റ്റിൻസിനെ 2 ആളി ഒരു വാപ്പാന്റെ 2 മക്കള് കെട്ടിക്കൊടുന്നു. വാപ്പ എന്താ പറഞ്ഞറിയോ? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പഠിച്ചോ ഒന്നായിട്ട് പഠിച്ചിക്കണേ, ഇനിയിപ്പോ നമ്മളെ പെരയിൽ 2 ആളും ഒപ്പം തന്നെ ആയിക്കോട്ടെ, അതിൽ പിന്നെ ആലോചിക്കാനൊന്നുമില്ല. എന്നിട്ടോ 1 കൊല്ലത്തെ ഗ്യാപ്പ് കിടന്ന ഏട്ടനെ കണ്ടൂടാ, തൊട്ടപ്പുറത്ത് കിടന്ന അനുജനെ കണ്ടൂടാ, അങ്ങോട്ട് കേട്ടൂടാ കണ്ടൂടാ. അവസാനം വില്ലേജ് ഓഫീസർ വരിക, മക്കളെ നിങ്ങൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരുന്നില്ലേ? അപ്പൊ മറ്റോ ആ ഗർഭപാത്രത്തിനാണ് ഞാൻ അതിൽ തന്നെയായിരുന്നു, അതോ ഞാൻ ആമാശയത്തിലായിരുന്നു? തർക്കാണ്. തർക്ക. കാരണം ഒരുമ കിട്ടണില്ല കൂട്ടരെ. ഇതുകൊണ്ട് ഉമ്മക്കുപ്പക്കും അസ്വസ്ഥ ഉണ്ടാക്കരുത്. നമ്മൾ തർക്കണ്ടെങ്കിൽ വാപ്പാനെയും ഉമ്മാനെയിലേക്ക് വാപ്പാനോട് പറയാ, വാപ്പ ഞങ്ങളൊന്നും പറയില്ല, നിങ്ങളൊന്നും പറയില്ല എന്ന് എനിക്ക് കേട്ടാൽ തന്നെ മനസ്സിലാണ്ട്, എന്നാലും എന്റെ മുമ്പ് പറയാൻ ഞാൻ മതി, അതെങ്കിലും നമ്മൾ ഒഴിവാക്കിക്കൂടെ? അവരുടെ തൃപ്തി വേണം. ആദർശ രംഗത്ത് പോലും ചിലപ്പോൾ വ്യത്യസ്തത ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അവർക്ക് നന്മ കൊടുക്കണം. അവർക്ക് നിങ്ങൾ നല്ല നിലയിൽ അവർക്കുള്ള സഹവാസം നിങ്ങൾ കൊടുക്കണം. എന്നാലോ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. നമ്മൾ നോക്കി നിങ്ങൾ ഈ ഇരിക്കണതിനറികള് നല്ല കാര്യങ്ങൾ കേട്ട് നല്ലത് പാലിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാനാ. മുജാഹിദ് പ്രസ്ഥാനത്തിന് വേറൊരു അജണ്ട അല്ല, സ്ഥാനാർത്ഥിത്വം നിർത്തിയേ ഒന്നുമില്ല. അപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് നമ്മളെ വാപ്പ പറയാ, നിങ്ങൾ എങ്ങോട്ടതിന് പോയിനെ? ഞങ്ങള് സീമ ഓഡിറ്റോറിയം വരെ പോയതായിരുന്നു. അതെന്താ കല്യാണം ഉണ്ടായിരുന്നോ?
ഞങ്ങൾ വെറുതെ പോയതായിരുന്നു. വെറുതെ പോവുകയെ അവിടെ ആ അങ്ങാടിയിൽ നിന്നൊക്കെ ഇറങ്ങി കാറൊക്കെ ആയിട്ട് വെറുതെ പോയി. നിങ്ങൾക്ക് ഭ്രാന്ത? അല്ല, അവിടെ ഒരു ഇതുണ്ടായി. അവിടെ ഒരു ഖുർആൻ ക്ലാസ്സിന് നന്നൊന്ന് കൂട്ടിക്കൂടെ? നിങ്ങളിപ്പോ 90 വയസ്സായി ഇങ്ങനെ കുയ്യിക്ക് കാല് കിട്ടി കുത്തിർക്കണ നിങ്ങളപ്പോ ഇപ്പം വെള്ളേക്കാമ മോനെ ഞാൻ എത്ര ചോർന്നു ഒരാമാശയം പോലെ എനിക്ക് അപ്പുറത്തൊരു ആമാശയല്ലേ ഈമാന്റെ നീ കേട്ടെന്നാണ പോലെ എനിക്കും കേട്ടെന്നായിക്കൂടെ? അത് ശരി വാപ്പ, അങ്ങക്ക് അങ്ങനെ പൂതിയുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. അതെനിക്ക് അറിയില്ല. എന്താ എനിക്ക് തീരെ അന്തല്ലേ? ഞാൻ തഖ്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കണം. ഞങ്ങൾ പോരി. അടുത്ത ആഴ്ച വാപ്പയും നമ്മളൊക്കെ പോന്നു. വാപ്പ വെള്ളമൊക്കെ കേട്ടിട്ട് വാപ്പ പറയാ, എടാ 8 എണ്ണം മുടക്കിന്റെ കുച്ച എനക്ക് പടച്ചോൻ തരും. ഞാൻ അള്ളാനോട് പറയുന്നു. അപ്പോഴാ നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാണ്. കാരണം അറിയാത്തത് കൊണ്ടാണ് പലതും. അറിയുമ്പോഴോ അതിന്റെ മേന്മ അവരിൽ നിന്ന് കിട്ടും. ആ മേന്മ ഒരു പടച്ചോനോട് പറയും, പടച്ചോനെ എന്റെ മകൻ, എന്റെ മരുവോള്, എന്റെ പേരക്കുട്ടി എന്നെ അവര് വാതിന് കൊണ്ടുപോകും, കല്യാണത്തിന് കൊണ്ടുപോകും, സൽക്കാരത്തിന് കൊണ്ടുപോകും, വാതിനും കൊണ്ടുപോകും. അവിടെ പോയിരുന്ന് ക്ലാസ് കേട്ട് ഞങ്ങൾ ഒന്നിച്ചാ പോരല്. പടച്ചോനെ എന്റെ മകനും എന്റെ കുടുംബത്തിനും കൂലി കൊടുക്കണേന്ന് വാപ്പ പ്രാർത്ഥിക്കൂലേ? പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ അതിന്റെ കൂലി, ഹിദായത്തിന്റെ കൂലിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ വാപ്പക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും ബോധ്യപ്പെടുത്താനും ഒക്കെ നമ്മൾ മുതിരേണ്ടതുണ്ട്. എടപ്പാളിനടുത്ത് ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിൽ ആദ്യം ക്ലാസ്സിന് അനുവാദം ചോദിച്ചപ്പോൾ അവിടത്തെ അതിന്റെ സ്ഥാപന അധികാരി ഒന്ന് അല്പം പുറകോട്ടടിച്ചു. കാരണം എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്തത് കൊണ്ട്. അങ്ങനെ ഒരു സമ്മേളനം കഴിഞ്ഞു, ഒരു വിജ്ഞാനവേദി കഴിഞ്ഞു. വിജ്ഞാനവേദി കഴിഞ്ഞപ്പോൾ അതിന്റെ സെക്യൂരിറ്റി ഗാർഡ് അതിന്റെ മേൽനോട്ടക്കാരൻ ഉടമസ്ഥനോട് പറഞ്ഞു, അവർക്കാണെങ്കിൽ ഇനി നിങ്ങൾ കൊടുത്തോക്കൂ, ഒന്നും ആലോചിക്കേണ്ടതില്ല. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തീപ്പെട്ടിക്കൊള്ളില്ല, ബീഡിക്കുറ്റില്ല, പാൻപരാഗില്ല, കടലന്റെ തോലില്ല, കടലന്റെ പാക്കറ്റില്ല. ക്ലാസ്സിന് വന്നു, ക്ലാസ് തിരിച്ചു പോകുമ്പോൾ അതേപോലെ തന്നെ ക്ലീനാണ്. അത് അങ്ങനെയുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തോളൂ എന്നാണ്. ഇപ്പോൾ വാടക കുറച്ചുകൊണ്ട് നമ്മളുടെ എടപ്പാളിനടുത്ത് ഉൾഭാഗത്ത് കുമരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിജ്ഞാനവേദി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സമൂഹമാണ്. ആ ഒരു സമൂഹം തന്നെയാണ് നിങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ടു തന്നെയാണ് ഇത് വീണ്ടും വീണ്ടും വിശാലമായി കൊണ്ടു തന്നെ കൂടുതൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഒരു നമ്മളുടെ ഈമാനിലുള്ള ഒരു സന്തോഷവും അതിലുപരി ഇത് നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് ഉള്ള വലിയ ഒരു സന്തോഷവുമാണ്. അള്ളാഹു നടത്തുന്നവർക്കും ഈ സമയമത്രയും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കളുടെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നതും ഇനി പറയാനിരിക്കുന്നതും. കാരണം എത്രയും പറഞ്ഞാൽ പോലും തീരാത്ത വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഞാനും നിങ്ങളും ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ മാതാപിതാക്കളുടെ തൃപ്തി നേടാത്ത ഒരു മക്കളും നമ്മളുടെ ഈ സദസ്സിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഇനി ചെന്നിട്ടെങ്കിലും നിങ്ങളുടെ ഉമ്മയുടെയും നിങ്ങളുടെ ഉപ്പയുടെയും അവരുടെ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊരുത്തം വാങ്ങുക എന്ന, അതേതിനായിരുന്നാലും, ഒരു ജോലിയായിരുന്നാലും, ഒരു വീട് കയറ്റലായിരുന്നാലും, ഒരു യാത്രയാണെങ്കിൽ പോലും, വിവാഹത്തിന്റെ നിമിഷങ്ങളിലൊക്കെ പുതിയാപ്പള വീടിന്റെ ഉള്ളിൽ നിന്നിറങ്ങാൻ ഒരുപാട് വൈകുന്നവരുണ്ട്. നിക്കാഹിനെല്ലാം റെഡിയായിട്ടും ചില പുതിയാപ്പളമാർ ഇങ്ങനെ വീണ്ടും കൈപിടിച്ച് വീണ്ടും കൈപിടിച്ച് വീണ്ടും കൈപിടിച്ച് വീണ്ടും കൈപിടിച്ച് ഉപ്പയുടെ അനുവാദം, ഉമ്മയുടെ അനുവാദം, അതുപോലെ തന്നെ വല്യുപ്പയുടെ കൈ, അങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നവരുണ്ട്. കാരണം എല്ലാവരുടെയും ഒരു വലിയ പ്രാർത്ഥനയോടുകൂടെ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നാൽ ചില സമയത്ത് പുതിയാപ്പള ഇറങ്ങുന്നതും കാത്ത് വാപ്പ എവിടെയൊക്കെ നടക്കുന്നതിനിടയിൽ മകനെ തെരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പൊ കൂട്ടുകാരോടൊക്കെ ചോദിക്കുന്നു, നമ്മളെ പുതിയാപ്പള ഓനിറങ്ങി അവിടെ എത്തി. അവൻ പുതിയാപ്പള ഇറങ്ങി എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ പുതിയാരിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ പാവം പുതിയാപ്പളയായി ഇറങ്ങിയത് ഉപ്പ അറിഞ്ഞിട്ടില്ല. ആ ഉപ്പയുടെ മനസ്സിലൊക്കെ എന്റെ മകൻ, എന്റെ മകൻ. അപ്പോൾ എന്തിന്റെ കാര്യത്തിലായിരുന്നാലും അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ നേടിയെടുക്കണം. ആ ഇഷ്ടം നേടുന്നത് അള്ളാഹു വിലക്കിയ ഒരു കാര്യത്തിനും മാതാപിതാക്കൾ കൽപ്പിച്ചാൽ നമ്മൾ കേൾക്കേണ്ടതില്ലല്ലോ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിഗ്രഹാരാധനക്കും വിഗ്രഹത്തിന്റെ കച്ചവടത്തിനും കൽപ്പിക്കപ്പെട്ടിട്ട് പോലും ഉപ്പയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് വാഴ്ന്നു പറഞ്ഞു കൊടുക്കുകയായിരുന്നു.
അതുകൊണ്ട് തിന്മയാകുന്ന ഒരു കാര്യവും നമ്മളോട് ആരോടും നമ്മുടെ ഉപ്പ പറയുകയില്ല. അഥവാ പറഞ്ഞുവെങ്കിൽ അതിന്റെ തെറ്റായ കാര്യങ്ങൾ അവരെ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു ഉപ്പക്കും ഒന്നും മനസ്സിലാകാത്തതില്ല. നമ്മളങ്ങനെ തെറ്റിദ്ധരിച്ചു പോവുകയാണ്. എന്റെ ഉപ്പ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല എന്നാ ചിലർ പറയാം. അപ്പൊ നീ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ആയാൽ എന്താണ് മനസ്സിലാവുക? ഇല്ല. ഉപ്പ, നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുന്നില്ലേ? മറ്റാരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കരുത് കേട്ടോ ഉപ്പ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഒരു 10-20 ഉപ്പ ഉപ്പ എന്ന വിളിക്കടയിൽ ഉപ്പ ഏതാണ് കേൾക്കാതിരിക്കുക? ഇല്ല സുഹൃത്തുക്കളെ. അപ്പൊ ഉപ്പയോടും ഉമ്മയോടുമുള്ള പെരുമാറ്റത്തിന്റെ ഏറ്റവും ധന്യമായ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. അത് നമുക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ, അത് നമുക്ക് തകരാറുണ്ടാക്കിക്കൂടാ. നമ്മളുടെ മാതാപിതാക്കൾക്ക് നമ്മൾക്ക് അംഗീകാരങ്ങൾ കൊടുക്കാൻ കഴിയണം. പ്രിയപ്പെട്ട മക്കളെ വളർത്തേണ്ടത് ഉപ്പമാർക്കറിയാമല്ലോ. ഉപ്പമാരും ഉമ്മമാരും മക്കൾക്ക് വേണ്ടത് കൊണ്ടും കൊടുത്തുകൊണ്ടും അവർക്ക് നല്ല പേര് നിങ്ങൾ കൊടുക്കണം. നല്ല മദ്രസ വിദ്യാഭ്യാസം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം. ആധുനികത വിദ്യാഭ്യാസ രംഗത്ത് മതവിദ്യാഭ്യാസം ഏറ്റവും പെട്ടെന്ന് നിൽക്കപ്പെടുന്ന ഒന്നാണ്. കുട്ടി പറയുന്നു, ഉമ്മ ഞാൻ ആകെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്താ മോനെ ബുദ്ധിമുട്ട്? എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല. ഉടനെ ഉമ്മ പറയെന്താ, സ്കൂൾ നിർത്തിക്കോന്നോ അതോ മദ്രസ നിർത്തിക്കോന്നോ? മദ്രസ അങ്ങോട്ട് നിർത്തിക്കളാ എന്നാണ്. ആദ്യം നമുക്ക് നിർത്താൻ പറ്റുന്നത് എന്താണ്? മദ്രസ നിർത്തിക്കൊള്ളൂ എന്നാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മളുടെ മക്കളെ പഠിപ്പിച്ചു, മക്കൾ നല്ല വിദ്യാസമ്പന്നനായി, അവൻ നല്ല ആരോഗ്യ പ്രവർത്തകനായി. അങ്ങനെ നമ്മളുടെ കാഷ്ടം കോരാൻ പറയുമ്പോൾ ധാർമ്മിക വിദ്യാഭ്യാസമില്ലാത്തവൻ പറയും, ഉപ്പ കാഷ്ടത്തിൽ 1000കണക്കിന് ബാക്ടീരിയകളുണ്ട്, അതിൽ 10,000കണക്കിന് രോഗാണുക്കളുണ്ട്, പിന്നെ ഓനതിന് കിട്ടൂല. നേരെ മറിച്ച് അതെന്റെ ഉപ്പ, അത് ഞാൻ കോരിയെടുക്കണം എന്ന ധാർമ്മിക ബോധം അത് മദ്രസയിൽ വെച്ചാണ് പഠിക്കുന്നത്. നമ്മളുടെ അല്ലെ ഹാരിസ് എന്ന് പറയുന്ന എന്റെ ഒരു വിദ്യാർത്ഥി, ഞാൻ എന്റെ ബസ് യാത്രക്കിടയിൽ എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷം തോന്നിയ, കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയൊരു സന്ദർഭമായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിച്ച് പോയ ഹാരിസ് എന്ന് പറയുന്ന മകൻ തന്റെ ഉപ്പയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ബസ്സിൽ കൊണ്ടുവരികയാണ്. ഉപ്പയുടെ കുഴലിട്ട മൂത്ര പൈപ്പിന്റെ അറ്റത്തുള്ള മൂത്ര സഞ്ചി തൂക്കിപ്പിടിച്ചിട്ട് ബസ്സിലെ ചക്കറോട് ഹാരിസ് പറഞ്ഞു, എന്റെ ഉപ്പക്ക് സുഖമില്ല, ബസ് ഞങ്ങൾ ഇറങ്ങിയിട്ടേ ബെല്ലടിക്കാവൂട്ടോ. ഉപ്പയെ ഇറക്കി ഒരു ഭാഗത്ത് നിർത്തി ചക്കറോട് പറഞ്ഞു, ഇനി ബെല്ലടിച്ചോളൂ, പോയിക്കോളൂ. ഉപ്പയുടെ ആ മൂത്രദ്വാരത്തിലൂടെ ഇട്ട പൈപ്പ് തന്റെ ഒരറ്റം കയ്യിൽ പിടിക്കുന്ന ഹാരിസ് തന്റെ ഉപ്പയെ നോക്കിക്കൊണ്ടുള്ള സ്വർഗമാണ് ആഗ്രഹിച്ചത്. അവൻ വയസ്സ് കൂടുതലില്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവന് 14 വയസ്സ് തികയുന്നേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഓർക്കുക, നമ്മളാരും മറന്നുപോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയല്ല. അങ്ങനെ നിങ്ങളോട് പറഞ്ഞു ഉണർത്താൻ മാത്രം അർഹതയുണ്ടായത് കൊണ്ട് വന്നതുമല്ല. മറിച്ച് ഇത്ര വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ പെരുമ്പാവൂരിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും നല്ല നിലയിൽ പെരുമാറാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട് എന്ന് കേട്ടപ്പോൾ വന്നതും അതിന്റെ കൂലി നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാണ് എന്നെ കൊണ്ട് സാധിക്കുക. നിങ്ങൾ അവർക്ക് കാരുണ്യത്തിൽ നിന്നുള്ള താഴ്മയുടെ ചിറക് നിങ്ങൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കണം. താഴ്മയുടെ ചിറക് താഴ്ത്തിക്കൊടുക്കണം. ഉപ്പയോട് അങ്ങോട്ട് സലാം പറയുന്നിടത്ത് പോലും നമ്മളുടെ സാമ്പത്തികമോ നമ്മളുടെ ശാരീരികമോ ഒന്നും കാണാൻ പാടില്ല. ഉപ്പ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈ കൊടുക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സലാം പറയുക, കൈ കൊടുക്കുക. കൈ കൊടുക്കുമ്പോ ഹൃദയത്തിലുള്ള പക പോകും എന്നാണ്. പാപ്പക്ക് സലാം പറയാറില്ലേ? ഉണ്ട്. പാപ്പക്ക് സലാം പറഞ്ഞിട്ട് കൈ കൊടുത്തുക്കണോ? ഇല്ല, കൊടുക്കില്ല. എന്താ? അത് കൊടുക്കാൻ കഴിയുന്നില്ല. എന്താ കൊടുക്കാൻ കഴിയാത്ത? ഇക്കാക്കാക്ക് സലാം കൊടുക്കുമ്പോ കൈ കൊടുക്കലുണ്ടോ? കൊടുക്കലുണ്ട്. പള്ളിക്കൽ ഉസ്താദിന് കൈ കൊടുത്തിട്ട് മൂപ്പര് കോട്ടക്കൽ ആയിരശാലി ഒഴിയാൻ പോകേണ്ടി വരലുണ്ട്. നമ്മളൊക്കെ ജമാഅത്തിന് ചെല്ലുമ്പോ കൈ കൊടുത്തിട്ട് അല്ലേ? വീട്ടിലിരിക്കുന്ന ഉപ്പയോട് സലാം പറയുമ്പോ കൈ കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ല. എന്താ? ചെകുത്താൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം നമ്മളുടെ ഹൃദയത്തിലുള്ള പക പോയി അവിടെ സ്നേഹം കുടിയിരുത്തപ്പെടും. ഉപ്പക്ക് നമുക്ക് സലാം തരണമെന്നുണ്ട്, നമ്മുടെ കൈ വരാറുണ്ട്, തരാറില്ല.
അങ്ങനെയാകരുത് സുഹൃത്തുക്കളെ. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യക്കും, ഉപ്പ ഉമ്മക്കും, ഉമ്മ ഉപ്പക്കും, മകൻ മാതാപിതാക്കൾക്കും സലാം കൊടുക്കുമ്പോൾ കൈ കൊടുക്കണം. അള്ളാഹു വിവാഹബന്ധം വിരോധിക്കപ്പെട്ടവർ ആരൊക്കെയെന്ന് ഖുർആൻ പഠിപ്പിച്ചു. അവർ തമ്മിൽ സലാം കൊടുക്കുമ്പോൾ നിങ്ങൾ കൈ കൊടുക്കണം എന്നാണ്. അത് ഹൃദയത്തിലൂടെ അതിന്റെ ബന്ധങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൂട്ടുകാരനോട് നമ്മൾ സലാം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മളുടേതായ അംഗീകാരങ്ങൾ അവർക്ക് കിട്ടണം. റസൂലുള്ള പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഉപ്പയോ ഉമ്മയോ പറഞ്ഞാൽ പോലും നിങ്ങൾ അവരെ നിന്ദിക്കാൻ പാടില്ല എന്നാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുള്? നിങ്ങൾ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി, അവിടെ നിങ്ങൾ ഒരു വീട് പണിതു. ആ വീട്ടിൽ നിങ്ങളിരിക്കുമ്പോൾ ഉപ്പയും ഉമ്മയും വിരുന്നു വന്നു. ഉപ്പയും ഉമ്മയും വിരുന്നു വന്ന് നമ്മളുമായി എന്തോ സംസാരിച്ചപ്പോൾ ഉപ്പക്കെന്തോ ദേഷ്യം തോന്നി. ഉപ്പ പറഞ്ഞു, ഇറങ്ങടാ പുറത്ത്. റസൂലുള്ള പറയാ, നിങ്ങൾ അവിടുന്ന് ഇറങ്ങണമെന്ന്. എങ്ങനെ? നമ്മൾ ഉണ്ടാക്കിയ പൊരേന്ന് നമ്മളോട് നമ്മുടെ ഉപ്പ ഇറങ്ങാൻ പറഞ്ഞ നിങ്ങൾ ഇറങ്ങിക്കോളി. പിന്നെ എങ്ങനെ ഇങ്ങോട്ട് കയറി വരിക? ഉപ്പാ, നമ്മളെ വീടല്ലപ്പാ, നമ്മളിപ്പോ ഇവിടെ താമസാക്കല്ലേ, നാളെ നിങ്ങൾ എന്തെങ്ങനെയൊക്കെ ചൂടാകണേ, നമ്മളെ വീടല്ലപ്പാ, നമ്മളെ കുട്ടിയൊക്കെ അല്ലേ, എന്നാ അങ്ങോട്ട് കയറിക്കോ എന്ന് പറയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണമെന്നാണ്. മനഃപൂർവ്വം ആരെങ്കിലും നിസ്കാരം വിട്ടേച്ചു പോയാൽ അവന്റെ സംരക്ഷണത്തിൽ നിന്ന് അള്ളാഹു ഒഴിവായിരിക്കുന്നു. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്: ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ നിന്ദിച്ചുവെങ്കിൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സംരക്ഷണമില്ലാതാകുമെന്നാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ മാതാപിതാക്കൾക്ക് അംഗീകാരം കൊടുക്കണം. അവരോട് നിങ്ങൾ മാന്യമായ വാക്കുച്ചരിക്കണം. ഇതാണ് മാന്യത. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് ഒരിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദൂരത്തു പോയ മകൻ തന്റെ ഉപ്പയെ ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സ്പീക്കർ ഫോണിലായതുകൊണ്ട് എനിക്ക് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു. ആ കുട്ടി ഉപ്പയോട് പറയുന്നു, ഉപ്പ 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 ഞാനിവിടെ എത്തിയിട്ടുണ്ടോ, ഉപ്പ ഞാനിവിടെ മംഗലാപുരത്ത് എത്തിയിട്ടുണ്ടോ, ഉപ്പ നിങ്ങൾ പറഞ്ഞ ഓഫീസിൽ എത്തിയിട്ടുണ്ടോ, ഉപ്പ ആ ഓഫീസിൽ നിങ്ങൾ പറഞ്ഞാലോ. കേട്ടാൽ തോന്നും ഇവന് 15 ഉപ്പയുണ്ടെന്ന്. അല്ല, ഇഷ്ടനായ ഒരു ഉപ്പ തന്നെയാണ് അവനുള്ളത്. ആ ഉപ്പ എന്ന ഒരൊറ്റ അഭിസംബോധന മാത്രമല്ല, വീണ്ടും വീണ്ടും ഉപ്പയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MBBS-നും എഞ്ചിനീയറിംഗിനും അഫ്ളലുലമക്കും അതുപോലെ തന്നെ BEd-നുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നമ്മളുടെ ഉപ്പയെ വിളിച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുക. ഉപ്പയെ അഭിവാദനം ചെയ്തുകൊണ്ടും അവരോട് ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടും. ചില രക്ഷിതാക്കൾ മക്കളെ കുറിച്ച് പറയാറുണ്ട്, എന്റെ മകൻ എന്താണെന്നറിയില്ല എന്നോട് മിണ്ടണില്ല എന്ന്. അപ്പൊ ആളുകളൊക്കെ ചോദിക്കുകയാണ്, എന്താ ഈ വാപ്പനോട് മിണ്ടാത്തത്? അപ്പൊ ഇവൻ പറയാണ്, എനിക്ക് വാപ്പനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. അങ്ങനെയായി പോയാലോ? വാപ്പയോടുള്ള ബഹുമാനം കൊണ്ട്. മുമ്പ് കല്യാണത്തിന്റെ ബ്രോക്കർ പറഞ്ഞു, പുതിയാപ്പിള എങ്ങനെയുണ്ട്, പുതിയാപ്പിളക്ക് പടച്ചോനെ പേടിയുണ്ടോന്ന് ചോദിച്ചു. അവ പറഞ്ഞു, അവന്റെ അത്ര പടച്ചോനെ പേടിയുള്ളവർ വേറെ ആരും നാട്ടിലില്ല. അതെന്താന്ന് ചോദിച്ചോ? പറഞ്ഞ പോലെ പടച്ചോനെ പേടിച്ചിട്ട് പള്ളിക്കൊക്കെ തന്നെ പോയല്ല. അങ്ങനത്തെ ഭയപ്പാട് കൊണ്ട് എന്തുപകാരം? നമ്മുടെ ഉപ്പയോട് നമുക്ക് ആദരവുള്ളത് നമ്മളുടെ വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും. ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപ്പ അത് സാരമില്ല. ഞാനറിയുന്ന എന്റെ കൂട്ടുകാർ പേര് ഞാൻ പറയുന്നില്ല, ആ 2 കൂട്ടുകാരും ഉപ്പയെ ഇടയ്ക്കിടെ ഉപ്പക്ക് എന്തെങ്കിലും അസ്വാസ്ഥ്യമുണ്ടാകുമ്പോൾ ഉപ്പ വടിയുമായി പിറകെ കൂടും. 2 മക്കളും ഇറങ്ങി ഓടും റോട്ടിലൂടെ. കാരണം എന്താ? ഉപ്പ അടിക്കുമ്പോൾ അത് തടുക്കാൻ പാടില്ല. തടയാതിരിക്കുന്നത് പോലും പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ട് ആ 2 മക്കളൊന്ന് തിരിഞ്ഞതെന്ന് വാപ്പയൊന്നടിച്ചാൽ വാപ്പ ചിലപ്പോൾ ബോധമറ്റു വീഴും. പക്ഷേ ആ 2 മക്കളും ഉപ്പ പിന്നാലെ വടിയുമായി ഓടുമ്പോൾ ഉപ്പയുടെ മുമ്പേ ഓടി 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 അവർ ഓടി അകലുകയാണ്. ഉപ്പയോട് പറയുന്ന എന്താ അറിയോ? ഉപ്പ നിങ്ങൾ ഉമ്മാനെ തല്ലിട്ടോ, ഞങ്ങൾ ഇങ്ങനെ ഓടിക്കോളാൻ. എന്തേ ആ മക്കളെ അതിന് പ്രേരിപ്പിച്ചത്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് പറയണം, പടച്ചോനെ, ഞങ്ങളെ വാപ്പ പട്ടിക കഷ്ണമെടുത്ത് ഞങ്ങളുടെ പിറകിലോടിയിട്ട് പോലും ഞങ്ങളെ ഉപ്പയെക്കുറിച്ച് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന് നാളെ അവർക്ക് അള്ളാഹുവിനോട് പറയണം. അങ്ങനെയൊക്കെ കൂലി വാങ്ങുന്ന നല്ലവരായ, നല്ല യുവത്വമുള്ള, നല്ല ആരോഗ്യമുള്ള കൂലി വാങ്ങുന്ന കൂട്ടുകാർ നമ്മളുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. വാക്കുകൾ ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. അവരെ ഒരിക്കലും ഒരു ആക്ഷേപസ്വരത്തിൽ പറയാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു, ലഅനല്ലാഹു മൻ സബ്ബ വാലിദൈഹി, മാതാപിതാക്കളെ ചീത്ത പറഞ്ഞവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്.
മാതാപിതാക്കളോട് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ നമ്മളുടെ അടുക്കൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കളെ നിന്ദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, കള്ള് നമുക്ക് നിഷിദ്ധമാണ്, നമുക്ക് ലോട്ടറി എടുക്കുന്നത് നമുക്ക് നിഷിദ്ധമാണ്, നമുക്ക് അത്തരത്തിലുള്ള ചൂതാട്ടങ്ങൾ നമുക്ക് നിഷിദ്ധമാണ്, മുസ്ലിം ഉമ്മത്തെ പലിശ നമുക്ക് നിഷിദ്ധമാണ്. അങ്ങനെ നിഷിദ്ധമാക്കപ്പെട്ട എല്ലാ വസ്തുക്കളും വിരോധിക്കപ്പെട്ടവരാണ് നമ്മൾ, അല്ലേ? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, നിങ്ങളുടെ മാതാപിതാക്കളോട് നിന്ദ്യത പുലർത്തുന്നത് നിങ്ങൾക്ക് നിരോധിച്ചിരിക്കുകയാണ് എന്നാണ്. നിരോധനങ്ങൾ പലതും മദ്യനിരോധനങ്ങളെ പോലെ ആയിപ്പോകാറുണ്ട്. കാരണം എന്താ? നിരോധനത്തോട് പലപ്പോഴും നമുക്കൊരു നിരോധന മനസ്സ് ഉണ്ടാവാറില്ല, അതിനോടൊരു സ്നേഹമാണ് തോന്നുക. അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. മുഅ്മിനുകൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ദിക്റുകൾ ഉണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. അള്ളാഹുവിനെ മറക്കുന്ന ഒരു നിമിഷം പോലും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ എപ്പോഴും അള്ളാഹുവേ, യാ റബ്ബി കാക്കണേ, യാ അല്ലാ, യാ ഗഫൂർ, ഇടിവെട്ടുമ്പോഴുള്ള പ്രാർത്ഥന, ബസ്സിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, വീട്ടിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, ബാത്റൂമിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന, ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, പ്രാർത്ഥന നിർഭരമായി മുന്നോട്ട് പോകുന്ന സോദരാ, നമ്മൾക്ക് അല്ലാഹു സ്വർഗമാണ് കാത്തിരിക്കുന്നത്. ഫസ്കുറൂനി അസ്കുറുക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളോട് റബ്ബേ നീ കാരുണ്യം കാണിക്കണേ. ഞങ്ങളോട് ചെറുപ്പത്തിൽ പടച്ചോനെ കാരുണ്യം ബാപ്പി നീ കാണിച്ചതുപോലെ നീ അവരോടും കാരുണ്യം കാണിക്കണേ. അതൊരു പ്രാർത്ഥന, ഒരു കെട്ടിക്കൊടുക്കുള്ള പ്രാർത്ഥനയാട്ടോ. അവിടെ ഒരു ചെറിയ കാര്യമായ പോയിന്റ് ഉണ്ട്. നമ്മൾ നമ്മളെ മക്കളോട് നല്ലോണം സ്നേഹം കൊടുക്കണം, മക്കളോട് നന്നായി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അവർക്ക് ദീനീ പഠനം കൊടുക്കണം, അവർക്ക് ബോധം കൊടുക്കണം, അവർക്ക് കാരുണ്യം അങ്ങോട്ട് നമ്മൾ ചൊരിഞ്ഞു കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അവരെ വളർത്തണം. 2ാമത്തെ വയസ്സിലും 3ാമത്തെ വയസ്സിലും 5ാമത്തെ വയസ്സിലും ഒക്കെ ഹോസ്റ്റൽ തറയുന്ന രക്ഷിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഹോസ്റ്റലും ഹോസ്റ്റൽ ബേസ്ഡ് സ്കൂളും ഒക്കെ ആർക്കറിയങ്ങള്? അതൊന്നും ബാപ്പാരും ഉമ്മാരും നാട്ടിലുണ്ടായിട്ട് നോക്കാനുള്ള കുട്ടിയേക്കുള്ളതല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ട്, ബാപ്പി ഇല്ല അമ്മയില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ കുറെ കുടുംബങ്ങൾ. പൈസ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ബാപ്പി ഇല്ല അമ്മയില്ല. ബാപ്പ അമേരിക്കയിലാണ്, ഉമ്മ ദുബായിലേക്കാണ്. അങ്ങനെ ഉണ്ട് നമുക്ക് എല്ലാം ഉണ്ടായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നവരെ പഠിപ്പിക്കും. പക്ഷെ വാപ്പയും ഉമ്മയും അടുത്ത് സ്കൂളും പള്ളിയും മദ്രസും ഒക്കെ ഉണ്ടായിട്ട് കുട്ടിനെ ഹോസ്റ്റലിൽ കൊണ്ടയാകണം. ഹോസ്റ്റലിൽ കൊണ്ടയാക്കാതെ പഠിക്കൂല എന്ന് വിചാരിച്ച് 5ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്, എന്നാലോ ഖുർആൻ ഹിഫ്ളിന് കൊണ്ടയാക്കുന്നതോ അവരവർ വേറെ സ്ഥിതിയില്ല. കാരണം അവർ 1ാമത്തെ ദിവസം തന്നെ ഓത്ത് അങ്ങോട്ട് തുടങ്ങുന്നതോടുകൂടി അവരതിൻ്റെതായ ഒരു അവസ്ഥയിലായിപ്പോയി. അവരുടെ ഡ്രസ്സ് ഇളക്കി കൊടുക്കാനൊക്കെ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാവും. അവർക്കിങ്ങനെ ഇരുന്ന് ഓതിയാൽ മതി. ആ ഓത്തിനൊരു പ്രത്യേകമായ രാഗം കൂടിയുണ്ട്. അവർ ഉസ്താദ് ഇങ്ങനെ ഇരുന്ന് ഓതിയിട്ട് ഇങ്ങനെ ആടിങ്ങനെ ഓതും. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മനഃപ്പാടമാകും. 4 ജുസ്, 5 ജുസ്, 6 ജുസ്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇമാമ് നിന്നിങ്ങോട്ട് ഓതുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന അളാപ്പി മൂത്താപ്പി ഒക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങും. ഹൗ, നമ്മളെ കുട്ടി ആ മെഹ്റാബിലേക്ക് ആനയിക്കപ്പെട്ടല്ലോ. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ആളുകളൊക്കെ ഏതാണ് ആ കുട്ടി, ഏതാണ് ആ കുട്ടി, ഏതാണ് ആ കുട്ടി, ഏതാണ് ആ കുട്ടിന്റെ ഉപ്പ, അത് ചോദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. മക്കളെ ദീനിയായൊക്കെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ചിട്ട് നമ്മളുടെ മക്കൾ ജഅൽനാലിൽ മുത്തഖീന ഇമാമാ, പടച്ചോനെ ഞങ്ങളുടെ മക്കളെ ഇമാമാക്കണേ, മുത്തഖികളുടെ ഇമാമാക്കണേ. റോഡിന്റെ വക്കത്തിരിക്കണോലെ ഇമാമാണ് ഇപ്പൊ നമ്മളെ കുട്ടികൾ. എവിടെങ്കിലും കയ്യെട്ടാൻ പോയാൽ അതിന്റെ ഇമാമാണ് ഇപ്പൊ നമ്മളെ കുട്ടികൾ. എവിടെങ്കിലും തരത്തിലുള്ള SI വിളിച്ചുകൂട്ടിയത് 5-8 അംഗ സംഘടനയ്ക്ക് ഒരു ഇമാമാണ് നമ്മളെ മക്കള്. അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് പെരുമ്പാവൂരിലുള്ള മുത്തഖികളായ വലിയ ഒരു സംഘത്തിന്റെ നേതാവാക്കണേ റബ്ബേ ഞങ്ങളുടെ കുട്ടികളെ. എങ്ങനെയാക്കുക? ഓൻ ഭൗതികമായി പഠിച്ചോട്ടെ, ആത്മീയമായി പഠിച്ചോട്ടെ. ആത്മീയമായി പഠിക്കുന്ന കുട്ടി ഇപ്പൊ നോക്കൂ നിങ്ങൾ, മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ മീറ്റ് ഉണ്ടായിരുന്നു. MSM നടത്തിയതായിരുന്നു. അവിടെ നോക്കൂ നിങ്ങൾ, കുട്ടികൾ പല ഭാഗത്തുനിന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, MBBS പഠിക്കുന്ന, അതുപോലെ തന്നെ BEd പഠിക്കുന്ന, LLBക്ക് പഠിക്കുന്ന കുട്ടികൾ വന്നിക്കുകയാണ്. എന്നിട്ട് അവര് ഒരു 3 ദിവസം അവരിങ്ങനെ കേട്ടിരിക്കുകയാണ്. ആയത്തും ഹദീസും ഒക്കെ കേട്ടിരുന്ന് അവസാനം അവിടെ ഉണ്ട് സൈബർ സെന്റർ. ഇവിടേക്ക് ഓരോരുത്തർ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് വന്നിട്ട് പറയാണ്, എന്റെ ഖുർആനിൽ എന്റെ മൊബൈലിൽ ഇതുവരെ സിനിമാ പാട്ടായിരുന്നു, ഇനി ഇതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിരിക്കണം, ഇതിക്ക് കൂലി കിട്ടണം, എന്തെങ്കിലും കേട്ടിത്തരി. മിഷാരി റാഷിദിന്റെ ഖുർആൻ പാരായണം വേണം ചിലർക്ക്,
ചിലർക്ക് ഓരോ പ്രാർത്ഥനകൾ വേണം, ചിലർക്കോ കുട്ടികൾ എങ്ങനെ വളരണം എന്ന ബഹുമാന്യനായ ഹുസൈൻ സൽവിയുടെ പ്രസംഗത്തിന്റെ പോയിന്റ് വേണം. കുട്ടികൾ നോക്കി, നിങ്ങൾ എത്ര നല്ല കുട്ടികളാ. അതുപോലൊരു 3 ദിവസം ഒരു കോമ്പൗണ്ടിൽ വിളിച്ചു കൂട്ടിയിട്ട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് വീട്ടിലെത്തിപ്പെട്ട പെൺകുട്ടി ചായ കുടിക്കുന്നതിന്റെ മുമ്പ് തന്റെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന റൂമിലേക്ക് കയറിപ്പോയി. ഉമ്മ ചോദിച്ചു, മോളെ ചായ കുടിച്ചിട്ട് പോയിക്കോ. അല്ലമ്മ, അതിന്റെ മുമ്പ് ഞാൻ പോവുകയാണ്. എന്തേ? വാപ്പ വാങ്ങിത്തന്ന കമ്പ്യൂട്ടറില്ലേ, ആ കമ്പ്യൂട്ടറിൽ വാപ്പി ഇമ്മി നിങ്ങളൊന്നും അറിയാതെ 40 സിനിമ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കളയാൻ പോവുകയാണ്. പെൺകുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി നേരെ മുകളിൽ ചെന്ന് തന്റെ കമ്പ്യൂട്ടർ ഓണാക്കി പാസ്വേഡ് ഓപ്പൺ ചെയ്ത് കമ്പ്യൂട്ടറിലെ 40 സിനിമകൾ സ്റ്റോർ ചെയ്ത് വെച്ചത്. അള്ളാഹുവിന്റെ ആയത്തും റസൂലിന്റെ ഹദീസും കേട്ടപ്പോൾ അവരുടെ മനസ്സിന് മാറ്റമുണ്ടായി. അവർക്കങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള നമ്മളുടെ പെരുമ്പാവൂരിലെയും അതുപോലെ തന്നെ തൃശ്ശൂരിലെയും എറണാകുളത്തെയും ഒക്കെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പ്രൊഫഷണൽ സ്റ്റുഡൻസ്മാരായി നിങ്ങളുടെ മക്കൾ പഠിക്കുമ്പോൾ അവരെ നിങ്ങളതിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ അവരെ നമ്മൾ ഒഴിവാക്കി അവര് പഠിക്കട്ടെ. അവസാനം MBBS ഉപ്പ 3 കൊല്ലം മകളുടെ ഫീസ് അടച്ചു. 4ാമത്തെ കൊല്ലം പൊന്നുമകൾ വന്ന് വാപ്പയോട് പറഞ്ഞു, വാപ്പാ ഇനി നിങ്ങൾ എന്റെ ഫീസ് അടക്കണ്ട, ഇനി എന്റെ ഫീസ് ടോം അടച്ചുകൊള്ളുമെന്ന്. ആ ഉപ്പയുടെ കണ്ണീരിന് അവസാനമുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ ഓർക്കുക, നമ്മളുടെ മക്കളായി വളരണം. നിങ്ങളവരെ പരമാവധി നോക്കണം. നിങ്ങൾ ഞങ്ങൾക്ക് മാതൃകകളാകണം. ഉപ്പമാരെ, നിങ്ങൾക്ക് ഞങ്ങളോട് പറയാൻ കഴിയണം, പൊന്നുമോനെ എന്നെപ്പോലെ ജീവിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഉപ്പയായ നിങ്ങൾ ഞങ്ങളോട് എന്നാണോ പറയുന്നത്, അന്ന് നിങ്ങൾ ഞങ്ങളുടെ ഉപ്പയാണ്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് മക്കളായ ഞങ്ങളോട് പറയാൻ കഴിയണം. എന്താണ് മോളോട് നിങ്ങൾക്ക് പറയാൻ കഴിയുക? പൊന്നുമോളെ, ഉമ്മയായ ഞാൻ ജീവിക്കുന്നത് പോലെ നീ ജീവിച്ചാൽ, ഞാൻ ഓതുന്നത് പോലെ നീ ഓതിയാൽ, ഞാൻ വസ്ത്രം ധരിക്കുന്നത് പോലെ നീ വസ്ത്രം ധരിച്ചാൽ, ഞാൻ ഉടുക്കുന്നത് പോലെ നീ ഉടുത്താൽ, ഞാൻ ഭക്ഷിക്കുന്നത് പോലെ നീ ഭക്ഷിച്ചാൽ, ഞാൻ സംസാരിക്കുന്നത് പോലെ നീ സംസാരിച്ചാൽ നിനക്ക് റബ്ബ് സ്വർഗം തരുമെന്ന് ഒരു ഉമ്മക്ക് എന്നാണോ പറയാൻ കഴിയുക? അന്നാണ് ഒരു ഉമ്മയാവുക. പ്രിയപ്പെട്ട ഇക്കാ, നിങ്ങളുടെ അനുജനോട് പറയാൻ നിങ്ങൾക്ക് കഴിയണം, മോനെ ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേറ്റാൽ, ഞാൻ സുബഹി നിസ്കരിക്കുന്നത് പോലെ നിസ്കരിച്ചാൽ, ഞാൻ പഠിക്കുന്നത് പോലെ പഠിച്ചാൽ നിനക്കല്ല സ്വർഗം തരുമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഇക്കയായി. അങ്ങനെ നമ്മുടെ മക്കൾ, പെരുമ്പാവൂരിലെ മക്കൾ ധർമ്മിഷ്ഠരായി വളരുമ്പോൾ, ധർമ്മസ്വഭാവമുണ്ടാകുമ്പോൾ അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മക്കളെ നന്നാക്കി വളർത്തണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മക്കളെന്ന് പറയുന്നത് നമുക്കൊരു അലങ്കാരമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ അലങ്കാരത്തിന്റെ പൂവുകളുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് പൂവുകളാണ്. അതിൽ നിന്നൊക്കെ കഷ്ണങ്ങൾ വേർപെട്ടു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹു തന്നിട്ടുള്ള ഒരു പരീക്ഷണമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ പരീക്ഷണത്തെ നമ്മൾ ഏറ്റവും നല്ല നിലയിൽ നമ്മൾ നോക്കണം. പലപ്പോഴും ഞാനും നിങ്ങളും വിചാരിച്ചു മക്കളുടെ എണ്ണം കുറച്ചാൽ ഉണ്ടാകുന്നത് നല്ല മക്കളാകുമെന്ന് വിചാരിച്ചു, അല്ലെ? അങ്ങനെയും ചിലർ പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നുണ്ട്. ഇതുപോലെ പൈസയും സമ്പത്തും അള്ള ഒപ്പ പറഞ്ഞത്. കുട്ടികൾ ഞാനും നിങ്ങളൊക്കെ തീരുമാനിച്ച ഒന്നും അറിയുന്ന, ഇനി അഥവാ ഏറി വന്ന 2 കൂടി ആയിക്കോട്ടെ. കാരണം എന്താ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മക്കൾ ഒരു പരീക്ഷണാണ്, ഫിത്തനയാണ് എന്ന്. അത് ശരി. എന്നാലും പൈസ ഒരു 2000 റുപ്യ ശമ്പളം കിട്ടി. നമ്മൾ പറഞ്ഞോ ഇത് മതി, ഇപ്പോ വേറെ തോനെയൊന്നും ഉണ്ടാക്കണ്ട, കാരണം ഇതൊരു പരീക്ഷണാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടോ? സമ്പത്ത് 2 പോരാ, 4 പോരാ, 6 പോരാ, 8 പോരാ, 10,000 വേണം. മക്കൾ 1 മതി. ഏറി വന്നാ 2 മതി. നോക്കാൻ കഴിയില്ല, പോറ്റാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ റബ്ബാണ് എല്ലാവർക്കും തിന്നാൻ കൊടുക്കുന്നത്. മക്കളേറിയതിന്റെ കാരണം കൊണ്ട് മക്കളെ കൊന്നുകളയുന്ന മാതാക്കളുണ്ട് എന്നല്ല പറയുന്നത്. പ്രിയപ്പെട്ട ഉമ്മ, മക്കളെ കൊല്ലരുത്. പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, ഒരു അമ്മ തന്റെ റൂമിൽ കാമുകനുമായി തൂങ്ങി മരിച്ചു. 4 ദിവസമായ കുട്ടി, 1.5 വയസ്സായ കുട്ടി 4 ദിവസമായി റൂമിൽ കിടന്നിട്ട് അവസാനം അവശേഷിക്കുന്നത് ഒരു ശ്വാസം മാത്രമാണ്. പോലീസുകാർ റൂം ചവിട്ടി പൊളിച്ചുള്ളിലെത്തുമ്പോൾ
3 മരണം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ 3ാമത്തെ കുട്ടി മരിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടി ഏതെന്നറിയാൻ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഷാർജയിൽ നിന്ന് അച്ഛൻ വിമാനമിറങ്ങി വന്നു. അച്ഛൻ കുഞ്ഞിനെ ആശുപത്രിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചു പറഞ്ഞു, അവൾ എന്നിൽ നിന്ന് തെന്നിമാറിപ്പോയപ്പോൾ ഈ കുട്ടിയെ ഞാൻ നോക്കും എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ജഡ്ജി വിട്ടുകൊടുത്ത കുഞ്ഞായിരുന്നു. എന്റെ കുഞ്ഞിനെ ഇതിനായിരുന്നോ അവൾ കൊണ്ടുപോയതെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അടുക്കൽ അപകടങ്ങൾ വന്നുകൂടാ, അവിവേകങ്ങൾ വന്നുകൂടാ. ഉപ്പയും ഉമ്മയുമില്ലാത്ത അനാഥ മക്കൾ ആയിരക്കണക്കിന് യതീംഖാനകളിൽ പോറ്റപ്പെടുകയാണ്. ഉപ്പയും ഉമ്മയും ഉണ്ടായിട്ട് നമ്മളുടെ മക്കൾ അനാഥരായി പോയിക്കൂടാ. നമ്മൾ അവരെ നോക്കണം, അവരെ നിങ്ങൾ നിരീക്ഷിക്കണം. നബി തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മക്കളുടെയും മാതാപിതാക്കളാണ് അവരുടെ മതം ഏതാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞിന്റെ മൂർധാവിൽ ഒന്ന് തൊട്ടു നോക്കൂ, അവിടെ ഉറച്ചു